അതിന് ഭാര്യയുടെ മുതലും ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഭാര്യ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിക്ക്. ബന്ധുക്കളും നാട്ടുകാരും അറിയാതെ നടത്തിയ കല്യാണമല്ലേ, അതിലും എന്തായാലും കള്ളത്തരം ഉണ്ടാവും. അപ്പോഴേ സുമാരാ, തിരുവോണത്തിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനു മുമ്പ് ഞങ്ങളെ പണം കിട്ടിയില്ലെങ്കിൽ പുതിയ പെണ്ണിന്റെ ഒപ്പം വരുന്ന് നീയും നിന്റെ വീട്ടുകാരും തിരുവോണം ഉണ്ണത്തില്ല, ഉണ്ണിക്കില്ല ഞങ്ങള്. വാ. ഏട്ടത്തിക്ക് എന്ത് തോന്നി കാണുമെന്തോ. എന്ത് തോന്നിയാലെന്താ, സംഭവിക്കാനുള്ള സംഭവിച്ചില്ലേ. കല്യാണം കഴിഞ്ഞാ ഇതിനൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുന്ന അവൻ പറഞ്ഞതല്ലേ. ഇനി അവനെന്താ തീരുമാനിക്കുന്നു നോക്കാം. സുഖേട്ട, കടക്കാർക്ക് കൊടുക്കാൻ സുഖേട്ടന്റെ കയ്യിൽ പണമുണ്ടോ? എന്റെ കാര്യങ്ങളൊക്കെ തനിക്കറിയില്ലേ? ബാധ്യതകൾ തീർക്കാനാ ഞാൻ പെടുപടി നിന്നെ വിവാഹം കഴിച്ചതുപോലും. കടക്കാർക്ക് ഇനി എത്ര രൂപ കൊടുക്കാനുണ്ട്? എന്താ എമൗണ്ട് എത്രയെന്ന് പറഞ്ഞാൽ തനിക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? ഇത് സുഖേട്ടൻ എന്റെ അച്ഛൻ തന്നതാ. പണയം വെച്ചിട്ട് വീട്ടാവുന്നത്തോളം കടം വീട്ടിക്കോളും. ഒരു 2 ലക്ഷം രൂപ കിട്ടാതിരിക്കില്ല. തന്റെ അച്ഛനറിയാതെ? അതിനെന്താ, അച്ഛനൊന്നും പറയില്ല. പണയം എപ്പോഴായാലും എടുക്കാലോ. നമുക്കിപ്പോ അഭിമാനമല്ലേ സുഖേട്ട വലുത്. തിരുവോണത്തിനന്ന് ആൾക്കാർ വന്ന് ബഹളം വെച്ച അതെന്തൊരു നാണക്കേടാ. അതുകൊണ്ട് സുഖേട്ടനിപ്പോ ബാങ്കിലേക്ക് ചെല്ല്. ഇത് പണയത്തിലാവുമ്പോ സ്വർണം വീട്ടിലുണ്ടെന്നുള്ള ഭയവും വേണ്ടല്ലോ. ആലോചിച്ചിരിക്കാതെ ചെല്ലു സുഖേട്ട.
അതെ, പവൻ ഈ ആഴ്ച മുതൽ കുറച്ച് കൂടുതൽ പൈസ കിട്ടും. ഇതിന് മാക്സിമം എത്ര കിട്ടുമെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് വരാം. ഉടനെ സംഗതി നടക്കുവോ? പോയിട്ട് ഒരുപാട് തിരക്കുണ്ട്. ദേ ഇപ്പൊ ശരിയാക്കാം. എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിനാണോ സ്വർണം പണയം വെക്കുന്നത്? അതെ. പലിശ കൃത്യമായി അടച്ചോണ്ടിരുന്ന പണയം വെക്കുന്നത് അത്ര റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. അലംഭാവം കാട്ടിയാലാ കുഴപ്പം. അവസാനം പലിശപ്പണം അടയ്ക്കാതെ വരുമ്പോ സ്വർണം ബാങ്കുകാർ സ്വന്തമാക്കുവോ? അതൊക്കെ പണയം വെക്കുന്നവരുടെ മിടുക്ക് പോലെ ഇരിക്കും. പുതിയ ഗോൾഡാ, വാങ്ങിയിട്ട് അധികം ദിവസമായില്ല. ആ, അത് സ്വർണം കണ്ടാ മനസ്സിലാവില്ലേ? ഇതാണ് സാർ പാർട്ടി. എഴുതേക്കടാ. എന്താ എന്താ സാർ കാര്യം? ഒക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. ദേ ഇതാണ് സാർ ഇയാൾ കൊണ്ടുവന്ന ഉരുപ്പടി. ഇതിൽ ഈ മാല ഡ്യൂപ്ലിക്കേറ്റാ. ഡ്യൂപ്ലിക്കേറ്റോ? അല്ല, ഒറിജിനല്. പൗഡറും പൂശി മേക്കപ്പ് പോട്ട് തട്ടിപ്പും വെട്ടുമാരും അടക്കാം. ഇവനെ പിടിച്ച് വണ്ടി കയറ്റ്. സാർ എനിക്കൊന്നും അറിയില്ല, ഞാനൊന്ന് പറയട്ടെ. തക്ക സമയത്ത് വിവരം അറിയിച്ചതിന് നന്ദി. പഠിച്ച കള്ളനാ, അത് ഒറിജിനലിന്റെ കൂടെ മുക്കൊണ്ടും കൊണ്ടുവന്നു. അതെ സർ. കല്യാണത്തിന് ശ്രീധരനായിട്ട് കിട്ടിയ ആഭരണങ്ങളാ. അതിൽ ഒറിജിനൽ ഏത് ഡ്യൂപ്ലിക്കേറ്റ് ഏതെന്ന് അറിയില്ലായിരുന്നു. ഞാൻ വില്ലേജ് ഓഫീസിലെ ജീവനക്കാരനാ. മാന്യത വിട്ട് ഒന്നും ഞാൻ ചെയ്യാറില്ല. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. താനൊരു പക്ഷേ നിരപരാധിയായിരിക്കാം എന്ന് വെച്ച് ബാങ്കുകാർ വിളിച്ചൊരു വിവരം അറിയിച്ചാൽ എനിക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റുമോ? താനൊരു കാര്യം ചെയ്യ്. തനിക്ക് ഇവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടോ? എങ്കിലും ഒരു വക്കീലുമായിട്ട് വരാൻ പറ, ജാമ്യത്തിൽ വിടാം. ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ സാർ. ഹലോ, ഞാൻ ദേവയാനയുടെ ചേച്ചി കല്യാണിയുടെ ഹസ്ബൻഡാ. ഓ സുകുമാരൻ സാറോ? അതെ. എന്താ സാറേ വിശേഷിച്ച്? എന്നെ ഇവിടെ പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുക. ഏ? അതെ, പണയം വെക്കാൻ കൊണ്ടുപോയ ആഭരണത്തിൽ ഒരു മാല ഡ്യൂപ്ലിക്കേറ്റ് ആയിപ്പോയി. അതാ കാരണം. നിങ്ങൾ എന്നെ ഒന്ന്... സാർ വിഷമിക്കണ്ട, ഞങ്ങളിതാ എത്തിക്കഴിഞ്ഞു. താങ്ക് യു. ഓക്കെ, നീ വാ. വക്കീലുമായിട്ട് ആളിപ്പെത്തും. തൽക്കാലം ജാമ്യത്തിൽ പോവുക. ബാങ്കുകാർ കേസ് പിൻവലിച്ച ആഭരണമൊക്കെ മടക്കിത്തരാം. ബാങ്കുകാരെ കൂടെ ഒന്ന് കാണണം. ശരി സാർ. സാറ് മനുഷ്യത്വം കാട്ടിയതിൽ നന്ദിയുണ്ട്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആദ്യം ഇടിയാ, പിന്നീട് ആ ചോദ്യം ഉണ്ടാവൂ. സാർ വന്നിട്ട് ഒരുപാട് നേരമായോ? ജസ്റ്റ് ഹാഫ് ആൻ അവർ. വരൂ. പോടാ. മേ ഐ കം ഇൻ സർ? യെസ്. ചാർജ് ചെയ്തു സർ. അത്ര സീരിയസ് ഒന്നുമല്ല. ഒരബദ്ധം പറ്റിയതാ. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു സാർ. എന്നാ ഞാൻ പോയിക്കോട്ടെ. ശരി, താങ്ക് യു സാർ. ഓക്കെ. എന്ത് പറ്റിയതാ സാർ? അത് ഞാൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞാണല്ലോ.
നിങ്ങളെ അടുപ്പക്കാരെ സ്ത്രീധനായിട്ട് തന്ന മാലയാ. അന്ധമായി വിശ്വസിച്ചതിന്, വിൽക്കാതെ വെച്ച സാധനത്തിന് എടുത്ത് തലയിൽ വെച്ചതിന് എനിക്ക് കിട്ടിയ പാരിതോഷികം. ഛേ, അവർ മനഃപൂർവ്വം അങ്ങനെ. ഓ, അവരുടെ വിശ്വസ്തരല്ലേ, അപ്പൊ ന്യായീകരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സർ, സഹായിക്കാനെത്തി ഞങ്ങളെ ആക്ഷേപിക്കരുത് സർ. ഇല്ല, തൊഴാം, പൂവിട്ട് തൊഴാം. എന്റെ ഭാര്യയ്ക്കും അവളുടെ അനിയത്തിക്കുമായി ജീവൻ കളയുന്നവരാന്നറിയാം. അതാ കൃത്യസമയത്ത് നിങ്ങളെ തന്നെ വിളിച്ചത്. കണ്ടില്ലേ, വിളിച്ചു തീരും മുമ്പ് വക്കീലുമായി എത്തും ചെയ്തു. കല്യാണിയുടെ ഭർത്താവിനോട് എന്തൊരു സ്നേഹം. ദേ, സാറിനോട് സംസാരിച്ചാൽ ശരിയാവില്ല. സാർ വണ്ടിയിലോട്ട് കയറ്, ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാം. ബാറിലേക്ക് വിടുന്നതല്ലേ നല്ലത്. ഫീലിങ്സ് ഒരുപാടുണ്ടേ. സാറും കൂടി കയറി. വരണം സർ. ഓ, വേണ്ട, ഞാൻ തുറന്നോളാം. സർ, അത് സത്യം എന്താണെന്നറിയാതെ ഭാര്യയെ ഉപദ്രവിക്കരുത്. ഓ, ഇപ്പൊ അങ്ങനെ എന്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ എനിക്ക് നിങ്ങളുടെ അനുവാദം വേണം. നിങ്ങൾ ഇത്രയും പെൺകുട്ടികളുള്ള വീടാ, എന്നിട്ട് നല്ലൊരു പൂന്തോട്ടുണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആർക്കാ ഇതിനൊക്കെ സമയം? പിന്നെന്താ ഇവർക്കൊക്കെ ജോലി? സുമിത്രയാണെങ്കിൽ നല്ലോണം പഠിക്കുന്നെങ്കിലും വിചാരിക്കാം. സുരഭിക്ക് അതിലും ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. വാ. ഓട്ടോ കൂലി ലാഭാക്കിയത് നന്ദി. ഞങ്ങള് നല്ലൊരു പൂന്തോട്ടുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. വിശാലമായ പൂന്തോട്ടുണ്ടാക്കുന്നതിന് പകരം ആഴത്തിലൊരു കുഴിയെടുക്കാതെന്താ? അതിൽ എന്നെ ഇട്ട് മൂടായിരുന്നല്ലോ. സുഖേട്ടൻ എന്താ ഇങ്ങനെ? എന്താന്ന് എനിക്ക് അറിയില്ലേ? ഓ, സ്വർണ്ണം എടുത്തു തരുമ്പോ എന്തൊരു സ്നേഹപ്രകടനായിരുന്നു. കാണുന്നവന്റെ കണ്ണു നിറഞ്ഞു പോവും. എന്റെ കയ്യിലേക്കൊക്കെ എടുത്തു തന്നിട്ട് താൻ ഉള്ളാലെ ചിരിക്കായിരുന്നു അല്ലേ? ഭർത്താവിന് ബാങ്കുകാരും പോലീസുകാരും എടുത്തിട്ട് പെരുമാറുന്ന കാഴ്ച ഓർത്ത്. നീ എന്തൊക്കെയാ സുഖി പറയുന്നേ? അത് ഇങ്ങോട്ട് ചോദിച്ചു നോക്ക് സ്വന്തം മരുമകളോട്. കടക്കാരുടെ കടം വിട്ടാൻ മരുമകൾ എടുത്തു തന്ന ആഭരണത്തില് ഒരു 5 പവന്റെ മാല ഡ്യൂപ്ലിക്കേറ്റാ. ആ മാല എന്റെ മുത്തശ്ശേരിയാ, അതൊരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ആവില്ല. ആവില്ലേ? അത് നിനക്കാണ് അറിയാവുന്ന. മാല ഡ്യൂപ്ലിക്കേറ്റോ അല്ലയോന്ന് നീ ചെന്ന് നിന്റെ തന്തയോട് ചോദിക്ക്, ആ നാറിയ റിട്ടയർഡ് പ്രൊഫസറോട്. സത്യം എന്താണെന്നറിയാതെ വെറുതെ എന്റെ അച്ഛന് പറയരുത്. പിന്നെ ഞാൻ ആരോട് ചോദിക്കണം? ചെല്ല്, പോലീസ് സ്റ്റേഷനിക്കല്ലേ, ആഭരണം മുഴുവൻ അവിടെ ഇരിപ്പുണ്ട്. ചെന്ന് സംശയം പറയടി. ചിലപ്പോ ബാങ്കുകാർക്ക് അബദ്ധം പറ്റിയതാണെങ്കിലോ? അബദ്ധം ആർക്ക് പറ്റിയതാണെങ്കിലും നാണം കെട്ടത് എന്റെ മോനല്ലേ, പാവം. അതിനോട് ആരെന്ത് സമാധാനം പറയും? ഞാൻ എന്താ അമ്മ വേണ്ടത്? എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്ന്. എനിക്ക് അതിന്റെ മുത്തശ്ശി തന്ന മാലയാ, ഒരു നിധി പോലെ ഞാനത് സൂക്ഷിച്ചിരുന്നത്. ഇപ്പോ ഒരാവശ്യം വന്നപ്പോഴാ എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് സ്വർണം തന്നെയാന്ന്. പിന്നെ എങ്ങനെയാ ബാങ്കിൽ ചെന്നപ്പോ മാലയ്ക്ക് മായാജാലം സംഭവിച്ചോ? എന്തായാലും മോളൊരു കാര്യം ചെയ്യ്, അച്ഛനോടും അമ്മയോടും ചോദിക്ക്. ഇനിയിപ്പോ അബദ്ധം പറ്റിയത് അവർക്കാണെങ്കിലോ? അമ്മ ആ മാലയല്ലേ ഫാത്തിമ ചേച്ചിക്ക് കൊടുത്തത്? അവരുടെ മകൾക്ക് അതുപോലെ ഒരെണ്ണം പണിയണമെന്നും പറഞ്ഞ്. ഇനി അവരെങ്ങാനും. പിന്നെ നിന്റെ ആ വാഴനാര് പോലുള്ള മാല കിട്ടിയിട്ട് വേണല്ലോ ഫാത്തിമയ്ക്ക് ജീവിക്കാൻ. അവരെ പൂത്ത കാശുള്ളവരാ. ആ, ഇപ്പൊ പൂർത്തിയായി. എന്താ ഇവിടെ ഒരു പൊതുയോഗം? കാര്യങ്ങളൊക്കെ തീരുമാനിക്കാവും. എവിടെ എന്റെ പൊന്നളിയൻ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞങ്ങൾക്ക് തരാനുള്ള അവിടെ നിൽക്കട്ടെ, അത് ഞങ്ങൾ വാങ്ങിച്ചോളാം. ഇല്ല സുശീല? അല്ല അമ്മ അപ്പൊ ഒരു വിശേഷങ്ങളും അറിഞ്ഞില്ലേ? കേട്ടപ്പോ എന്റെ തൊലി അങ്ങ് ഉരിഞ്ഞു പോയി. അല്ല, അത് പിന്നെ അങ്ങനല്ലേ,
സ്വന്തം ആങ്ങളെ ഒരു ചെറ്റത്തരം ചെയ്തു എന്നറിഞ്ഞാ ഏത് പെങ്ങളെ സഹിക്കുക? ഹോ, വല്ല കാര്യമുണ്ടോ? ഇതിപ്പൊ കക്കം കയറി പോലെ ആയില്ലേ? ആ. നാണക്കേട്. ടൗണില് സ്റ്റേഷനറി കട നടത്തുന്ന പരമം പറയുമ്പോഴാണ് ഞാൻ സംഗതി അറിയുന്നത്. മുക്കുവണ്ടം പണയം വെക്കാൻ ശ്രമിച്ചതിന് അളിയനെ പോലീസ് പിടിച്ചെന്ന്. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാലും എന്റെ പൊന്നു കല്യാണി, ഇതിലും ഭേദം വല്ല പിച്ച ചട്ടി എടുത്ത് വഴിയിൽ ഇറങ്ങുമായിരുന്നു. എത്ര അന്തസ്സുണ്ടായിരുന്നു. സുഖേട്ട, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈശ്വരൻ സത്യമായിട്ടും എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്ന്. എന്നെ വിശ്വസിക്കണം സുഖേട്ട. എനിക്കിപ്പോ എന്നെ തന്നെ വിശ്വാസമില്ലായിരിക്കുക. തെറ്റുപറ്റിയത് എനിക്കല്ലേ? എല്ലാവരും ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു. ചതി ഉള്ളിൽ ഒളിപ്പിച്ച് ചിരിച്ചു കാണിക്കുന്നവരാ മുന്നിലെന്ന് ഞാൻ അറിഞ്ഞില്ല. സുഖേട്ട, സുഖേട്ടൻ, ഇനി നിർത്താറായില്ല നിന്റെ ഈ അഭിനയം. ആകാവുന്നതിന്റെ പരമാവധി നീ ചെയ്തു കഴിഞ്ഞു. എന്താ ഇങ്ങനൊക്കെ? അറിഞ്ഞോണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അറിയാതെ ഒരു അബദ്ധം പോലും പറ്റാതെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ടാണോടി ഞാനിന്ന് പോലീസ് സ്റ്റേഷൻ കയറിയത്, എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടത്? അല്ലെങ്കിൽ നിനക്കൊന്നും അത്ര വലിയ കാര്യമില്ലല്ലോ. വ്യഭിചാര കുറ്റത്തിന് പിടിച്ചാൽ പോലും ഉളുപ്പില്ലാത്ത കുടുംബമല്ല നിന്റേത്. അതിന്റെ സത്യാവസ്ഥയൊക്കെ സുഖേട്ടൻ അറിയാവുന്നതല്ലേ? എല്ലാം അറിഞ്ഞിട്ടല്ലേ സുഖേട്ടൻ എന്നെ കല്യാണം കഴിച്ചത്? സത്യാവസ്ഥ എന്തായാലും നാട്ടുകാരുടെ കണ്ണിൽ നിന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ എന്താണെന്നറിയോ? ഓരോരുത്തർ ഓരോന്ന് പറയുമ്പോ എന്നെ പോലെ അന്തസ്സുള്ള ഒരുത്തിന് കേട്ടോണ്ട് നിൽക്കാൻ ഇത്തിരി പ്രയാസ. ആരെന്ത് പറഞ്ഞാലും എന്നെ വിശ്വാസമില്ല സുഖേട്ട. വിശ്വാസം? ഇനിയും നിന്നെ ഞാൻ വിശ്വസിക്കണോ? ചതിയല്ലടി നീയും നിന്റെ അച്ഛനും എന്നോട് ചെയ്തത്. പോയിക്കോ. നീ ഇനി അവിടെ അങ്ങ് പുറത്താ മതി. ഈ വീട്ടിൽ ഇനി ഒരു നിമിഷം നിൽക്കണ്ട.